ഗൈസ്, ഞങ്ങളുടെ ഇവിടെ എല്ലാം നല്ല മഴയാണ്. നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ? ഞങ്ങളിതേ വൈകിട്ടത്തേക്ക് സാമ്പാർ വെക്കാൻ വേണ്ടി കഷ്ണങ്ങളൊക്കെ ഞെറുക്കുക. ഞാനല്ല സാമ്പാർ വെക്കുന്നത്, ഇയാളാണ് സാമ്പാർ വെക്കുന്നത്. കഷ്ണങ്ങളൊക്കെ അരിയുക കേട്ടോ. അതേ കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പയാൻകുട്ടനാണ് ഇന്ന് സാമ്പാർ വെക്കാൻ പോകുന്നത്, വറുത്തരച്ച സാമ്പാർ. അപ്പോൾ അതേ അവൻ കഷ്ണങ്ങളൊക്കെ അരിയുക ആണ്. കണ്ടോ? അതുകൊണ്ട് പാറക്കുട്ടി അവിടെ നിന്ന് പടം വരയ്ക്കുന്ന കല്ലിക്കുട്ടി ദേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ സാമ്പാർ വെക്കാൻ പോവാന്ന് പറ. കാക്കയാക്കെ പഠിക്കും. അയ്യോ കാക്കേ, അയ്യോ കാക്കേ, വറ്റിച്ച് തൊലി കാണിക്കല്ലേ, വേണ്ട ഇതിലേക്ക് കുഴപ്പമൊന്നുമില്ല. കഷ്ണമാക്ക് ഉള്ളതൊക്കെ ആക്കി കഷ്ണമാക്ക്. പച്ചക്കറിയൊക്കെ കഴുകുവാണ്. കറണ്ട് പോയി എൻ്റെ ഇടയ്ക്ക്. വെള്ളം നന്നായിട്ട് ഇതിനകത്തോട്ട് ഇടേ. ഞങ്ങളെല്ലാം വേവിക്കാൻ വെച്ചിട്ടുണ്ട് റയാൻകുട്ടൻ. നമുക്കിത് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ചെറിയ പണികളുണ്ട് വെച്ചിരിക്കാൻ. നമുക്കിനി ഇത് വറക്കാം. തേങ്ങ വറക്കുവാണ്. റയാൻകുട്ടനാണ് വറക്കുന്നത്. വറക്കാം. ബ്രൗണായി വരുന്നുണ്ട്. ശകലം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇടാം. ഇത് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് പൊടികളിടാവേ. പൊടികളെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ലതായിട്ട് വറുത്ത പൊടികളൊക്കെ മൂപ്പിച്ച് പച്ചമണം എല്ലാം മാറി. ഇനി ഇതൊന്ന് തണുത്തോട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ച് ചേർക്കാം. ഞങ്ങളൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വേഗട്ടെ നന്നായിട്ട്. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് വറുത്തരച്ച അരപ്പ് അങ്ങോട്ട് ചേർക്കാം. തോയൻകൂട്ടാണ് ചേർക്കുന്നത്. അവനാണ് കറി വെക്കുന്നത്. ഒരു മിനിറ്റ്. ജാറും കൂടെ കഴുകി അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ സാമ്പാർ ഏകദേശം റെഡിയായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ചൂടാകുമ്പോഴത്തേക്കും ഉലുവ നമ്മുടെ കടുക് അത് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളില്ലായിരുന്നു അവിടെ ഉണ്ട് സവോള. നന്നായിട്ട് മൂക്കട്ടെ. മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറുത്തരച്ച സാമ്പാർ റെഡിയായിട്ടുണ്ട്.